എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ലേഡി ബോസ് ആണെങ്കിൽ ബാങ്ങിനെയും അതുപോലെ തന്നെ ഗൂഫെങ്ങിനെയും തട്ടിന് മുകൾക്ക് ഇങ്ങനെ കെട്ടി വലിച്ചിട്ട് കൊന്നിട്ടുണ്ടാവും. ലേഡി ബോസിൻ്റെ കൂടെ വേറൊരു ചങ്ങായും കൂടി ഉണ്ടാവും. അയാളും ഇവരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യായിരിക്കും. അതിൻ്റെ ശേഷമാണെങ്കിൽ ലേഡി ബോസ് ബാങ്ങിനെ നല്ല ഇങ്ങനെ ഇട്ടിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ സുനിന് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓനെന്തെങ്കിലും ചെയ്താൽ സുനിന് സങ്കടമാവും അത് വിചാരിച്ചിട്ട്. പക്ഷെ വാങ്ങിനാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ദേഷ്യം വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ചേഞ്ച് ആവാനും തുടങ്ങും. അങ്ങനെ ഇവനിങ്ങനെ ചവിട്ടുമ്പോൾ അവൻ്റെ അകത്തുള്ള സ്പിരിറ്റ് ഉണരാണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്പിരിറ്റ് ഉണരാണ്. അപ്പം തന്നെ അവനക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ബാങ്ക് ഭയങ്കര ദേഷ്യത്തിലാണ്. ഇനി ഈ ദേഷ്യം നിർത്തിയിട്ടില്ലെങ്കിൽ അവൻ്റെ അകത്തുള്ള ഈ സ്പിരിറ്റിൻ്റെ സീല് പൊട്ടും. അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരെയും വിനാശം സംഭവിക്കുന്നൊക്കെയാണ് ഓൻ വിചാരിച്ചിട്ട് കുറേ ശാന്താക്കാൻ നോക്കും. പക്ഷേ എന്തിനു പറഞ്ഞിട്ട് ശാന്താവണില്ല. അപ്പോൾ ലാസ്റ്റത്തെ ടെക്നിക്ക് യൂസ് ആക്കി. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, വേവിക്കാത്ത നൂഡിൽസ്. അതങ്ങൾ കേട്ടപ്പോൾ ഭയങ്കര മൈൻഡൊക്കെ മാറിയോ, വേവിക്കാത്ത നൂഡിൽസ് എന്ത് ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ആലോചിക്കാൻ തുടങ്ങി. അതിൻ്റെ ശേഷം ലേഡി ബോസ് പറഞ്ഞുകൊണ്ട് തന്നെ അങ്കിളാണെങ്കിൽ ഗൂഫൻ്റെ കുറച്ച് മുടി പറിച്ചെടുക്കും. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്നല്ല, കുറച്ചധികം. അതിൻ്റെ ശേഷം കാണിക്കുന്നത് നമ്മുടെ ടീച്ചറും അതിനെല്ലാവരും കൂടി നിന്നിട്ട് സ്വേർഡ് കോമ്പറ്റീഷനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് ദ സെയിം ടൈം പെട്ടെന്ന് ഗൂഫന് വാതിൽ തുറന്നു വന്നിട്ട് ആകെ പ്രശ്നത്തിലാണ്. ബാങ്കിനെ ഒരു പെണ്ണ് പിടിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ പറയും. അതിൻ്റെ ശേഷം തട്ടിന് പോലത്തെ സീനാണ് കാണുന്നത്. അവിടെയാണെങ്കിൽ ഗൂഫനെയും അതുപോലെ തന്നെ ബാങ്കിനെയും കെട്ടിയിട്ടുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ എന്തുണ്ടായിരിക്കണ വെച്ചാൽ ഗൂഫൻ്റെ ഹെയർ യൂസ് ചെയ്തിട്ട് ലേഡി ബോസ് ഓൻ്റെ മാരി കഴിക്കായിരിക്കും. എന്തിനങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഓരോ കൂടെ നടന്നിട്ട് അവസരം കിട്ടുമ്പോൾ സുനിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഓൾഡും മാനും ഗൂഫന് വെള്ളം കൊടുത്തിട്ട് പറയും, ഇപ്പോൾ ലേഡി ബോസിന് അന കൊണ്ടൊരു ഉപയോഗമുണ്ട്, അതുകൊണ്ടാണ് അനപ്പ കെട്ടിയിട്ടിരുന്നത്. ആ ടൈമിൽ ഗൂഫൻ പറയും, ഞാനെപ്പോഴും ഈ ഷാഡോ ഓർഗനൈസേഷനിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. എനിക്ക് ചേരണം നല്ല പൂതിന്. ഇന്നപ്പോൾ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പണി കുറച്ചും കൂടി എളുപ്പമാവുന്നതാണ്. അപ്പോൾ ഓൾഡ് മാൻ പറയും, ഇല്ല വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഞങ്ങളെ തന്നെ നോക്കാറില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഗൂഫൻ പറയും, ലേഡി ബോസ് നിങ്ങളെ പിന്നെ ഒറ്റയ്ക്ക് നിർത്തണം എന്നാണെങ്കിൽ നിങ്ങൾ വലിയ യോദ്ധാവ് എന്തെങ്കിലും ആയിരിക്കില്ലേ എന്ന് പറയുമ്പോൾ ഓൾഡ് മാൻ പറയും, ഞാൻ യോദ്ധാവൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒരു ഡ്രൈവർ മാത്രമാണ്, ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ നമ്മുടെ ഗൂഫനാണില്ല, എന്നാൽ പിന്നെ ഇയാളൊന്ന് നിർത്തിക്കാന്നുള്ള രീതിക്ക് പറയും, എന്താപ്പോൾ ഷാഡോ ഓർഗനൈസേഷനിൽ വലിയ ആൾക്കാരൊന്നും ഇല്ല, ഒരു ഡ്രൈവറിനൊക്കെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഓൾഡ് മാൻ ആണെങ്കിൽ അയാളെ പവത്തെ ഒരു ചെറിയ സാമ്പിൾ കാണിച്ചു കൊടുക്കും. ആ ഒരു സാമ്പിൾ കൊണ്ട് തന്നെ അവിടുത്തെ ഒരു ബിൽഡിങ്ങിലത്തെ എല്ലാ ഗ്ലാസും പൊട്ടി പോകും. അത് കണ്ടപ്പോൾ ഗൂഫൻ്റെ കിളി പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഓൻ്റെ പവർ കണ്ടപ്പോൾ വാങ്ങി വിചാരിക്കും, അപ്പോൾ അവൻ്റെ സ്പിരിച്വൽ ഫോഴ്സ് കുറച്ച് കൂടുതലാണ്, പക്ഷെ അവനക്ക് എന്തോ കാണിക്കണം എന്നില്ല എന്ന് പറയും. അത് കേട്ടിട്ട് ഗൂഫനെയാണ് കാണിക്കുന്നത്. ഓനാണെങ്കിൽ ലേഡി ബോസിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞു കൊടുത്തിരിക്കും. അത് കേട്ടിട്ട് നമ്മുടെ സൂക്ക് മനസ്സിലാവും ആരാന്ന് വെച്ചാൽ ഷാഡോ ഓർഗനൈസേഷനത്തെ ലേഡി ബോസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അവനീ പറയുന്നത്. അതിൻ്റെ ശേഷം തേങ്ങ ആണെങ്കിൽ ഓൻ്റെ അസിസ്റ്റൻറ്റിനോട് പറയും വാങ്ങിൻ്റെ സ്പിരിച്വൽ ഫോഴ്സ് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഓൻ എവിടെയെന്ന് കണ്ടുപിടിക്കാനും. കാരണം വാങ്ങിൻ്റെ ആണെങ്കിൽ 0 ഉള്ളത്. ഓളാണെങ്കിൽ എന്തൊക്കെയോ കാട്ടിയിട്ട് അവിടെ ആ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ഉണ്ടാക്കും. പിന്നെ അത് സുനിൻ്റെ സീനിയർ ബോഡി ഗാർഡിനെയാണ്. അവർക്കറിയാം എന്താ വെച്ചാൽ ബാങ്കിനെ അവിടെ പ്രശ്നത്തിൽ കണ്ടിട്ട് സുനിൽ എന്തായാലും അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ സുനിനെ അങ്ങോട്ട് സൈഡാക്കുകയാണ്, ഒരു ഇതിലിട്ട് കെട്ടി പൊതിഞ്ഞ് വെച്ചിട്ട്. അതാകുമ്പോൾ പിന്നെ ഓളെ കുറച്ചും കൂടി എളുപ്പത്തിൽ അവൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മുടെ സീനിയർ ബോഡി ഗാർഡ് പറയും, ഇപ്പം നമ്മൾ ടോപ്പ് പ്രയോറിറ്റി പറയുന്നത് സുനിനാണ്, അപ്പം നിങ്ങൾക്കൊന്നും തോന്നരുത്, ഇപ്പം നമ്മൾ സുനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ സുനാണെങ്കിൽ അവിടുത്തെ ബോഡി ഗാർഡ്സിനൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടും. എന്നിട്ട് സുനാനും ബാങ്കിൻ്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ടാണ്, ഓനെ ഒരിക്കലും പ്രശ്നത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഫസ്റ്റ് ഓനെ സേഫ് ആക്കുകയാണ് വേണ്ടത് പറയും. അത് ഇട്ടിട്ട് സീനിയർ ഒന്ന് ചിരിച്ചിട്ട് ഓന് ഫ്ലാഷ് ബാക്ക് ആലേക്കും. കാരണം എന്താ വെച്ചാൽ ചെറുപ്പം മുതൽ തന്നെ ബാങ്ക് ഈ സുനീനെ നോക്കിയിട്ടുണ്ടാവുക സീനിയർ ആയിരിക്കും. അതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ ഉത്തരവാദിത്ത ബോധം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും. എന്നിട്ട് സുനാണെങ്കിൽ ബോഡി ഗാർഡ്സിനും ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ബാങ്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് സീനിയർ ടാങ്ങും പാർട്ടിനോടും പറയും, എന്താ പറയുക, നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ. കാരണം ഒരു ബാറ്റിൽ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് കളിക്കാമെന്ന് ഇവർക്ക് ഫസ്റ്റ് തന്നെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരത്യാവശ്യമില്ലാതെ നിങ്ങളാ തല്ലിന് ഇറങ്ങണ്ട, അതാണ് നിങ്ങൾക്ക് നല്ലത് പറയും. പിന്നെ കാണുന്നത് ഓൾഡ് മാൻ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ചില്ല് ചെയ്ത് നിൽക്കിരിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഗൂഫന് ബാങ്കിനോട് ചൂടായിട്ട് പറയും, എനിക്കറിയാതെ ശരിക്കുള്ള പവർ പുറത്തേക്ക് എടുക്കണില്ല, ഇതാണ് ടൈം വെച്ച് ഇതൊന്ന് പുറത്തേക്ക് എടുക്കും, എനിക്ക് എന്താ എൻ്റെ പവർ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുത്താലും വിചാരിച്ചങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ബാങ്ക് നല്ല സുന്ദരമായിട്ട് നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോൾ ഗൂഫ് ഞെട്ടിയിട്ട് വിചാരിക്കും, ഇവനിങ്ങനെ ഇത്ര സീരിയസ് സിറ്റുവേഷനിൽ ഇത്രയ്ക്ക് ചില്ലായിട്ട് ഉറങ്ങാനൊക്കെ പറ്റണമെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ അങ്ങോട്ട് സുന്നും ടീംസ് എത്തും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഓൾഡ് മാൻക്കെതിരെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ഓൾഡ് മാൻ ഒട്ടും കുറവല്ല, അവന് നല്ല അങ്ങോട്ടും കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഓൾഡ് മാന് ഒരു പ്രത്യേക സ്പെഷ്യലായിട്ടുള്ള എന്തൊരു സാധനം, എന്തൊരു പവർ, ഒരു യെല്ലോ സർക്കിൾ മാർക്കത്തുന്ന ഒരു സാധനം മുളുക്കാക്കും. അപ്പോൾ അതിൽ നിന്നാണെങ്കിൽ ഒരു പടം എന്നെ ഇറങ്ങി വരുന്നുണ്ടാവും. അതായത് എന്താണ് യൂണിക്കോൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ.
അത് കണ്ടിട്ട് ടീച്ചേഴ്സൊക്കെ അങ്ങനെ കിട്ടും. കാരണം എന്താ വെച്ചാൽ ഒരിതിന് മുന്നേ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ സുന്നു വന്നിട്ട് ഓളെ സേർഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഇന്ന് ഒരു ബ്ലൂ എനർജി പുറത്തേക്ക് വിടും. ആ ബ്ലൂ എനർജി കാരണം തന്നെ ഈ ഓൾഡ് മാൻ്റെ യെല്ലോ എനർജി പോവും, ഇല്ലാതാവും. അങ്ങനെ നിൽക്കുമ്പോൾ വാങ്ങിൻ്റെ അച്ഛന് പുറത്ത് വന്നിട്ട് ഉള്ളിൽ കയറാൻ നോക്കിയിരിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സൊന്നും ഒരു ഉള്ളിൽ കയറ്റലും ഉണ്ടാവില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും സ്കൂളിൻ്റെ അകത്തുനിന്ന് ഒരു പൊട്ടിത്തെറിക്കണ സൗണ്ട് ഒക്കെ ഭയങ്കര ഒച്ചയിൽ. പിന്നെ കാണുന്നത് ഓൾഡ് മാൻ്റെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കാണ്. ഈ ലേഡി ബോസിൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഈ ഓൾഡ് മാൻ ആയിരിക്കും ഇവരുടെ ഡ്രൈവർ. മാത്രമല്ല ഈ ഓൾഡ് മാനും അതുപോലെ തന്നെ ലേഡി ബോസും ദരിദ്രരായിരിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ അസിസ്റ്റന്റ് ടാങ്ങിനോട് അറിയും ഗൂഫന് പഴയ മാറിക്കല്ല എന്തൊക്കെ വ്യത്യാസം ഉണ്ടോ അല്ലേന്ന്. വേറെ സൈഡിലാണെങ്കിൽ ഓൾഡ് മാനും സുനും ഭയങ്കരമായിട്ടുള്ള ഫൈറ്റിലായിരിക്കും. പക്ഷെങ്കിൽ സുനിനെ എന്തൊക്കെ വന്നിട്ടും ഓൾഡ് മാനിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ സുനിനെ കൊല്ലാൻ നിൽക്കായിരിക്കും. അറ്റ് ദ സെയിം ടൈം വന്നിട്ട് സൂ ആ പവർ അങ്ങോട്ട് നിർവീര്യാക്കും. അപ്പോൾ ഓൾഡ് മാൻ പറയും ഞാൻ എത്ര നേരമായി കാത്തിക്കണം സൂ എന്ന് പറയും. അപ്പോൾ സൂ പറയും നീ ഒന്നും ഉണ്ടാതെ സറണ്ടർ ആവാൻ നോക്കുക പറയും. പക്ഷെ ഓൾഡ് മാൻ ആരെ വിട്ടുകൊടുക്കുന്ന സൈസ. അങ്ങനെ രണ്ടാളും ഒരു സെറ്റ് ഫൈറ്റ് തന്നെ ഉണ്ടാവും. വേറെ സൈഡിലാണെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് കൂഫനാണെങ്കിൽ ഈ സുനിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരാൻ നോക്കിയായിരിക്കും. പക്ഷെ അവിടെ സീനിയർ ബോഡി ഗാർഡ് ഉണ്ടാവും. ഇയാൾ ചെറുപ്പം മുതൽ തന്നെ സുനിനെ ഈച്ചെടുത്തും പാറ്റെടുത്തും എല്ലാത്തിൻ്റെ അടുത്തും രക്ഷിച്ച് വരെയായിരിക്കും. പിന്നെ കാണിക്കുന്ന ഫൈറ്റ് നടക്കുന്ന സീനിക്ക് ആ ഇമ്മോർട്ടൽ ഹീറോസിൻ്റെ ഒരു ഹെലികോപ്റ്റർ വന്നിട്ട് വെടി വെക്കണം. ആരെ ഈ അങ്കിളുടെ, അതായത് ഈ ഓൾഡ് മാനെ. ഇയാൾ ആ വെടി കൊണ്ടപാട് തെറിച്ചിട്ട് താഴത്തേക്ക് കാണും. അപ്പോൾ ഇയാൾ വീണ് കണ്ടപ്പോൾ പെട്ടെന്ന് ഈ സൂ ഒച്ചമുല ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വന്നിട്ട് ഇയാളടുത്തേക്ക് ഇങ്ങനെ വരും. കാരണം എന്താ വെച്ചാൽ ഇയാൾ പണ്ട് സൂവിൻ്റെ ഇതായിരിക്കും, ഐ മീൻ ഡ്രൈവർ. എന്നാൽ ഇയാൾ മരിക്കാൻ പോവുകയാണെങ്കിൽ ഇയാളെ കടമ നിർവഹിച്ചിട്ട് ബോംബ് അയാളായിട്ട് തന്നെ ബ്ലാസ്റ്റ് ആവണ്ടേ, എന്നാൽ സൂവിനെ കൊല്ലാൻ പറ്റുമല്ലോ. പക്ഷെ പട്ടിയാണെങ്കിൽ കിട്ടിയ ചാൻസ് വിചാരിച്ചിട്ട് നല്ല സ്പിരിച്വൽ പവർ വലിച്ചെടുക്കുകയും ചെയ്തിരിക്കണം അയാൾ മേത്തുനിന്ന്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കൂഫനാണെങ്കിൽ പിന്നെ സുന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വരാൻ നിൽക്കുമ്പോഴേക്കും അവിടെ കുറേ ആൾക്കാരുണ്ടാവും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഓനക്ക് അവിടെ കൊല്ലാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് ടാങ്ക് വന്നിട്ട് കൂഫനെ ഓൻ്റെ കൂടെ വിളിച്ചു കൊണ്ടുപോകണേ. അങ്ങനെ പിന്നെ കാണുന്നത് വാങ്ങിനെയാണ്. വാങ്ങിന് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ സ്പിരിറ്റ് ചോദിക്കും കൂഫൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും ഗൂഫൻ അവിടെ തന്നെ നിന്നോട്ടെ, അതാവുമ്പോൾ എന്നാലും കോമ്പറ്റീഷൻ നടക്കില്ലല്ലോ ഗൂഫനിൽ ലേലി എന്നൊക്കെ പറഞ്ഞിട്ട് ഓന് അങ്ങനെ വിചാരിച്ചിട്ട് മനക്കോട്ട് എത്തിക്കരും. പക്ഷെ എനിക്കിത് അറിയില്ല, ലേഡി ബോസ് ഗൂഫൻ്റെ മാരിക്ക് രൂപെടുത്തിട്ട് അവിടെ കറങ്ങി നടക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമാണ് കോമ്പറ്റീഷൻ്റെ ടൈം ആവാണ്. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അവിടെ വാങ്ങാണെങ്കിൽ ഗൂഫനെ കാണും. ഗൂഫനെ കണ്ടപ്പോൾ വിചാരിക്കും ഇവനിപ്പോൾ എങ്ങനെ ഇവിടെ എത്തി, സ്പിരിറ്റിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇവൻ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ കന്ന വിട്ടിക്കരും. പക്ഷെ നമുക്കറിയാലോ അത് ലേഡി ബോസ് ആണ്. അതിൻ്റെ ശേഷം എല്ലാവരും കൂടി ക്രിസ്റ്റൽ മാറിക്കുള്ള സാധനത്തിൽ തൊട്ടിട്ട് ഈ കളി നടക്കുന്ന സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ആവാൻ പോവുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ വാങ്ങിൻ്റെ അച്ഛൻ അവിടുത്തെ ഓടി വന്നിട്ട് വാങ്ങിനെ വിളിക്കും. പക്ഷെങ്കിൽ ഓനെ കേട്ടു എന്താ വരുന്നു എന്നുള്ള രീതിക്ക് തിരിഞ്ഞ പാടെ ഓനാണ് ടെലിപ്പോർട്ടായി പോവുകയും ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോൾ വാങ്ങിൻ്റെ അച്ഛനെ കണ്ടിട്ട് സൂ വന്നിട്ട് സൂ ഭയങ്കര കാര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുക. അത് കണ്ടിട്ട് മിസ്പാലാണെങ്കിൽ എന്തപ്പോൾ സൂക്ക് പറ്റി എന്നുള്ള രീതിക്ക് നിൽക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വാങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ സീലിനെ കുറിച്ചിട്ട് സൂവിനോട് പറയും. അത് കേട്ടപ്പോഴാണെങ്കിൽ സൂ ഭയങ്കര ടെൻഷനാവും. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ വലിയ നാശത്തേക്കാണല്ലോ പോണത്, അതുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. ഈ സീസണിൽ 15 എപ്പിസോഡാണുള്ളത്. ഈ 15 എപ്പിസോഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസൺ ചെയ്യണോ അത് വേറെ ഏതിൽ അനിമോ ചെയ്യണോ എന്ന് കമൻറ്റ് ചെയ്യാൻ. മാത്രമല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു.